അല്ല, ലക്ഷങ്ങൾ ചെലവാക്കിക്കോളൂ, അവര് ജീവിച്ചോട്ടെ. പക്ഷേ അഹ്റമാകുന്ന ദുന്യാവി വിട്ടുകൊണ്ടുള്ള യാത്രയുടെ നേരത്ത് അവർക്കും വേണം ശാന്തി. അവരെ പറഞ്ഞേച്ച നമുക്കും വേണം ശാന്തി. ആ ശാന്തി കിട്ടാൻ ആവശ്യമായ വൈജ്ഞാനിക തീരമാണ് പ്രൊഫ്കോണിന്റെ സദസ്സുകൾ. അവിടെ തൗഹീദ് പഠിപ്പിക്കും, സുന്നത്ത് പഠിപ്പിക്കും, റബ്ബാരെന്ന് പഠിപ്പിക്കും. മോനെ മോളെ, നീ ഉറങ്ങിയാലും നിന്നെ അറിയുന്ന റബ്ബുണ്ടെന്ന് പഠിപ്പിക്കും. നിന്റെ ഉപ്പ കാണുന്നില്ലെങ്കിലും ഉമ്മ കാണുന്നില്ലെങ്കിലും ആരുടെ കണ്ണുകൾ ഉറങ്ങിയാലും മോളെ മോനെ റബ്ബിന്റെ കണ്ണുകൾ ഉറങ്ങില്ലെന്ന് പഠിപ്പിക്കും. റബ്ബിനെ കുറിച്ച് ശരിക്കും ബോധവൽക്കരണം നടത്തും, സുന്നത്ത് പഠിപ്പിക്കും, ബിദ്അത്ത് മാറ്റി നിൽക്കാൻ പറയും, ഇസ്ലാമിന്റെ വേഷവിധാനം സംസാരിക്കും, അതിന്റെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെ വേണ്ടതൊക്കെ ഒരു കുടക്കീഴിൽ അവർക്ക് ഒരുക്കി കൊടുക്കുന്നു. ആ സംവിധാനം, ആ പ്രോഫ്കോൺ, ഇത് കേവലം ഒരു വിദ്യാർത്ഥികളെ എംഎസ്എമ്മുകാർ ചെയ്യേണ്ട ഒരു ബാധ്യതയൊന്നുമല്ല. 19ാമത്തെ കൊല്ലമാണ് ഇത് നടക്കുന്നത്. നിങ്ങളൊക്കെ ഓരോരുത്തരും ആർക്കൊക്കെ ബന്ധപ്പെട്ട മക്കളുണ്ടോ, അത് ചെന്നൈയിൽ പഠിക്കുന്നവരും കോയമ്പത്തൂരിലുള്ളവരും ബാംഗ്ലൂരിലുള്ളവരും ഇന്ത്യയിലെ കേരളത്തിലെ മറ്റു ഭാഗങ്ങളിലുള്ളവരും കേരളത്തിന്റെ ഔട്ട് ഓഫ് സ്റ്റേറ്റിലുള്ളവരും ആരൊക്കെയാണോ നിങ്ങളവരെ പറഞ്ഞേക്കണം, അവർക്ക് വേണ്ട പ്രോത്സാഹനം നൽകണം. അവർ നന്നാവട്ടെ. എത്രയെത്ര കുട്ടികൾ ലഹരികളിൽ നിന്ന് അതുപോലെ തന്നെ വഴിവിട്ട അവിഹിത ബന്ധങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു. പ്രിയമുള്ളവരെ, അല്ലാഹു എല്ലാവരെയും നന്നാക്കുമാറാകട്ടെ. ഇതിനൊക്കെ ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കണം, നമ്മളും പഠിക്കണം. അതല്ലേ ഏത് സാധാരണക്കാരനും ഇന്ന് അവസരങ്ങളല്ലേ വീടാന്തരം കയറി ഇറങ്ങിയിട്ട് അവർ പഠിച്ചിട്ടുള്ള സത്യത്തിന്റെ സന്ദേശമത അവരാളുകൾക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. ആളുകൾക്കൊന്നും പരിചയമില്ലാത്തൊരു പുതിയ സംരംഭമായിട്ട് ആളുകൾ പല വീടുകളിൽ നിന്നും ഉമ്മമാര്, പെങ്ങന്മാര്, വീട്ടുകാർ അന്തം വിട്ട് നിൽക്കുകയാണ്. ആളുകൾ ഇങ്ങനെ താടിയൊക്കെ വെച്ച ആളുകൾ ചെന്നിട്ട് പുസ്തകവും അതുപോലെ തന്നെ സിഡിയും ഒക്കെയായി ചെന്ന് നിൽക്കുമ്പോ പല ഉമ്മമാരും 5 രൂപയും 10 രൂപയും ഒക്കെ കൊടുന്നൊടുക്കുകയാണ്. എന്താ പിരിവിന് വന്നതാണ്, ഏതെത്തിങ്കാനേന്നാ ചോദിക്കുന്നത്. കാരണം ഇങ്ങനെയുള്ള ആളുകളൊക്കെ അതിന് ചെന്നതേ അവർക്ക് പരിചയമുള്ളൂ. അല്ലാഹുവിന്റെ ദീന് പറയാൻ വീട്ടിൽ കയറിയിട്ട് ഒന്നും പിരിവ് ചോദിക്കാതെ ദീനങ്ങോട്ട് പറഞ്ഞുകൊടുത്ത്, പുസ്തകം കൊടുത്ത്, സിഡി കൊടുത്ത് റബ്ബിന്റെ ദീന് അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ ഇന്ന് വരെ അവരൊരാളെയും അവരുടെ വീടുകളിൽ കയറിയതായി കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് അവർക്കതൊരു പുതുമയാണ്. നിലനിർത്തട്ടെ. ഓ സഹോദരന്മാരെ, അവരവരുടെ നാടുകളിൽ ഇത് ചെയ്യണം, ഓരോ സ്ഥലങ്ങളിലും ചെയ്യണം. ഡോർ ടു ഡോർ എന്ന് പറഞ്ഞ് പലരും പരിഹസിച്ചാലും ഡോർ ടു ഡോർ നമ്മുടെ സന്ദേശം എത്തണം. ദീന് പഠിക്കണം. അതിന് വിസ്ഡം സ്കൂളുകളിൽ, ക്ലാസുകളിൽ നിങ്ങൾ പോകണം. ആവശ്യമായ മെറ്റീരിയലുകൾ സ്വന്തമാക്കണം. അതോടൊപ്പം തന്നെ സഹോദരന്മാരെ, ഇന്നിവിടെ പ്രകാശനം ചെയ്തില്ലേ, അതേ വണ്ടിയുള്ള, കാറുള്ള, വാഹനമുള്ള, ഡ്രൈവിംഗ് അറിയാവുന്ന ആളുകളുടെ വണ്ടികളിലേക്ക് നൽകാനുള്ള MP3 സംവിധാനമാണ് ആ ഉദ്ഘാടനം ചെയ്തത്. USB എന്ന് പറയുന്ന സംവിധാനം, ഒരു വിരലോളം വലിപ്പത്തിലുള്ള ആ സാധനം നിങ്ങൾക്ക് നിങ്ങളുടെ കാറിൽ കുത്തിക്കൊടുത്താൽ, വീട്ടിലെ ടിവിയിൽ കണക്ഷൻ കൊടുത്താൽ, അതല്ലെങ്കിൽ നിങ്ങളുടെ കാറിൽ വെച്ച് നിങ്ങൾക്ക് യാത്രാവേളകളിൽ വണ്ടി ഓടിച്ചു പോകുന്ന വിരസമായ സമയങ്ങളിൽ, അതേ റോഡിന്റെ ഗതാഗത കുരുക്കുകളിൽ, നിങ്ങൾ റോഡുകളിൽ വെറുതെ നടുറോട്ടിൽ കിടന്ന് സമയം നീക്കുമ്പോ ആ സമയം എനിക്ക് ഏറ്റവും ഉപകാരപ്പെടണം, ഞാൻ നല്ലത് കേൾക്കട്ടെ. പ്രഭാഷണത്തിന്റെ സീഡികൾ നിങ്ങൾക്ക് അത് നിങ്ങൾ വാങ്ങണം പ്രിയമുള്ളവരെ. എന്നിട്ട് വാഹനമുള്ളവരിലേക്ക് നിങ്ങൾ ആ സീഡികൾ എത്തിക്കണം. കാശ് വാങ്ങിക്കോളൂ. USB വെറുതെ കിട്ടൂല, MP3 വെറുതെ കിട്ടൂല. കാശ് വാങ്ങിക്കോളൂ. കാരണം എന്താണ്? ഒരു വാഹനത്തിന്റെ ഉടമക്കൊരു CD വാങ്ങാൻ കഴിയാതിരിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾ ഇനി വെറുതെ കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും കൊടുത്തോളൂ. ഏതായാലും വണ്ടിയുള്ളവരിലേക്ക്, വാഹനമുള്ളവരിലേക്കൊക്കെ ഈ സന്ദേശം എത്തിക്കുവാനുള്ള ഈ പുതിയ സംരംഭം, അല്ലാഹുവിന്റെ ദീന് എത്തിക്കാനുള്ള ഏത് മാർഗത്തിലേക്ക് ആരൊക്കെ എന്തൊക്കെ സഹകരണങ്ങൾ നൽകിയോ, തളർന്നു കിടക്കുന്ന ദിവസം അതൊക്കെ നമുക്ക് ഓർത്ത് സന്തോഷിക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.